ഹായ് അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിപ്പ് വ്ലോഗിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ വന്നതൊരു പാർക്കിലോട്ടാണ്. ബൈ ദ വേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത്. ഗൈസ്, നമ്മളിപ്പോൾ ഒമാനിലാണുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു പാർക്കിലോട്ടാണ്. ഇവിടുത്തെ സെലിബ്രേഷൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒമാൻ എംപയർ രാജാവ് ഭരണം ഏറ്റെടുത്തിട്ട് 2 വർഷം അതിൻ്റെ ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒമാനിൽ തന്നെ പല ദിക്കുകളിലായിട്ട് പല സെലിബ്രേഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വന്ന ഈ ഒരു പാർക്കിൽ ഫുഡ് എക്സിബിഷൻ, പിന്നെ ക്ലോത്ത്സ്, നെയിൽസ് ആർട്ട്, അങ്ങനെ പല വിധത്തിലുള്ള പല എന്താ പറയുക ട്രഡീഷണലും കൾച്ചറുമാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിച്ചത്. ആൻഡ് ദീസ് ഷോപ്പ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ എന്താ ഓഫ് കോഴ്സ് എടുത്തോളൂ, പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് ആൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ആൻഡ് എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊരു ഹൽവയാണ്, ഒമാൻ ഹൽവ. എനിക്ക് തോന്നിയത് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല കൈൻഡ് ആൻഡ് സ്വീറ്റാണ്. ആൻഡ് എനിക്ക് ഗൈസ് സത്യം പറയാലോ, അതും ഇതും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറേ വീഡിയോ എടുത്തത്. ഒന്നാമത് നമുക്ക് ഒരു സ്ഥലം കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണുന്നതായിരുന്നു കൂടുതൽ താല്പര്യം. ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഒരു ദോശ പോലത്തെ, അത് ഒമാൻ ചിപ്സ് ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണെന്ന് തോന്നുന്നു. അവിടുത്തെ ട്രഡീഷണൽ ആയിരിക്കണം മേ ബി. അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് എൻട്രിയുടെ അവിടെയാണ് ഈ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഡാൻസ് ആണെന്ന് തോന്നുന്നു. അതുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. നോക്കി നിന്ന് പോകും, അത്രയും അടിപൊളിയായിരുന്നു.